ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കൊമേഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ആദ്യം പഠിക്കാനുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ എൻഡ് റിസൾട്ട് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അക്കൗണ്ട്സ് തയ്യാറാക്കണം. അത് പല സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഡെയിലി ട്രാൻസാക്ഷൻസ് അത് സംഭവിക്കുന്നതിൻ്റെ ബേസിൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. ഈ ജേണലിൽ വരുന്ന സിമിലർ നേച്ചറിലുള്ള ഐറ്റംസിനെ നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യും. നമ്മൾ ഈ ലെഡ്ജറിൻ്റെ അരിത്തമെറ്റിക്കൽ അക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റാണ് തയ്യാറാക്കുന്നത്. ബാലൻസ് ഷീറ്റിലൂടെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡെഫിനിഷൻ്റെ അകത്തും പറയുന്നത്. AICPAയുടെ ഡെഫിനിഷനിൽ പറയുന്നു, അക്കൗണ്ടിങ് ആസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അവിടെ ആദ്യം നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനാണ് റെക്കോർഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്ലാസിഫയിങ് ആണ്. ക്ലാസിഫയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസിൽ സിമിലർ നേച്ചറുള്ള സംഭവങ്ങളെ നമ്മൾ ഓരോ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്യും. അപ്പം ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സമ്മറൈസിങ് ആണ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ബാലൻസിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുത്തിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ലെഡ്ജർ അക്കൗണ്ട് ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നു ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇൻ ടേംസ് ഓഫ് മണി അതായത് നമ്മൾ പൈസ കൊണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ, അതായത് ഇത്ര രൂപ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കത്തുള്ളൂ. ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. റിസൾട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. അപ്പം ഇത്രയും നടക്കുന്ന ഒരു പരിപാടിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നു എന്നതാണ് AICPAയുടെ ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ആർട്ട് ഓഫ് റെക്കോർഡിങ്. അവിടെ ആദ്യം നടക്കുന്നത് എന്താണ്, റെക്കോർഡിംഗ് ആണ്. ട്രാൻസാക്ഷൻസ് നമ്മൾ ആദ്യം ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനുശേഷം നടത്തുന്നത് എന്താണ്, ക്ലാസിഫയിങ് ആണ്. ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിനെയാണ്. ലെഡ്ജറിൻ്റെ ബാലൻസ് എടുത്തിട്ട് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനെ പറയുന്നത് സമ്മറൈസിങ് എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പൈസയിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. അടുത്തതായി പറയുന്നത് ഈ ഡെഫിനിഷനിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പറയുന്ന ടേം എക്കണോമിക് ഇവൻറ്റ്സ് എന്താണെന്നാണ്. എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ നടത്തുന്ന പൈസ കൊണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ട്രാൻസാക്ഷൻസ്, അതിനാണ് എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻ എക്കണോമിക് ഇവൻറ്റ് ഈസ് നോൺ ആസ് ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസ് ടു എ ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് വിച്ച് ആർ മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. അപ്പം മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ട്രാൻസാക്ഷൻസ്, അതിനെയാണ് നമ്മൾ എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പല കാര്യങ്ങളും നടക്കും. അതിൽ പൈസ കൊണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇതിന് ഇത്ര രൂപയാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് എക്കണോമിക് ഇവൻറ്റ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുക. പിന്നീട് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെയാണ് ഈ എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു.
അപ്പോൾ എക്കണോമിക് ഇവൻറ്റ്സ് ഏതൊക്കെയാണ്, എക്കണോമിക് ഇവൻറ്റ്സ് അല്ലാത്തത് ഏതൊക്കെയാണ്, ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മെഷർമെൻ്റ് ആണ്. ഈ എക്കണോമിക് ഇവൻറ്റ്സ്, അതായത് പൈസ കൊണ്ട് അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം എന്താണ്, അത് നമ്മൾ എത്രയാണ് അതിൻ്റെ വില, അത് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് മെഷർമെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മൂല്യം നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇത്രയാണെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഫൈനലി നമ്മൾ ഈ ബിസിനസ്സിലെ കാര്യങ്ങൾ റിപ്പോർട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അത് അറിയേണ്ട ആളുകളിലോട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരിലോട്ട് അത് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സാലറി കൊടുക്കുന്നു, കമ്മീഷൻ കിട്ടുന്നു, റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്നു, ഫർണിച്ചർ വാങ്ങുന്നുണ്ട്, പുതിയ എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്, ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബിസിനസ്സിൽ നടത്തുന്നുണ്ട്. അപ്പം ഇതിൽ എക്കണോമിക് ഇവൻറ്റ്സ് ഏതൊക്കെയാണ്, നോൺ എക്കണോമിക് ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയലാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതിൽ സാലറി കൊടുക്കുന്നു, സാലറി പേയ്മെൻറ്റ് നടത്തുന്നു, ഒരു 50,000 രൂപ, കമ്മീഷൻ 10,000 രൂപ കിട്ടുന്നു, റെൻറ്റ് 10,000 രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് അതിനൊരു വാല്യൂ എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പം പുതിയതായിട്ട് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്തു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പോളിസീസ് ചേഞ്ചസ് വരുത്തുന്നു, ഇതിനൊന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ ഇടാൻ വേണ്ടി പറ്റില്ല. അപ്പം എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, പൈസ കൊണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നവ. അപ്പം അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയലാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ അടുത്തതാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ട്രാൻസാക്ഷൻ അത് എക്കണോമിക് ഇവൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യലാണ്. മെഷർമെൻറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഫൈനാൻഷ്യൽ ടേംസ് ബൈ യൂസിങ് മോണിറ്ററി യൂണിറ്റ്. അതായത് എന്താണ്, ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ ഫൈനാൻഷ്യൽ ടേംസിൽ, അതായത് രൂപയിലോ പൈസയിലോ ഇത്ര രൂപയാണ് അതിൻ്റെ മൂല്യം എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നു. അതിനെയാണ് മെഷർമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ആൻ ഇവൻറ്റ് cannot be quantified in monetary terms, it is not considered for recording financial accounts. ഒരു ഇവൻറ്റ് നമുക്ക് മോണിറ്ററി ടേംസിൽ പൈസ, അതിൻ്റെ മൂല്യം എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ അക്കൗണ്ട്സിൽ എഴുതാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഈസ് വൈ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ലൈക്ക് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ മാനേജിംഗ് ഡയറക്ടർ, സൈനിങ് ഓഫ് കോൺട്രാക്ട്സ് ഓർ ചേഞ്ച് ഇൻ പേഴ്സണൽ ആർ നോട്ട് ഷോൺ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, എംപ്ലോയീസ് ചേഞ്ചസ് വന്നു എന്നൊന്നും പറഞ്ഞ് നമ്മൾ ബുക്സിലൊന്നും കാണിക്കാത്തത്. അപ്പം മെഷർമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം ഒരു എക്കണോമിക് ഇവൻ്റ് ആണെന്നുള്ളത് ഒരു ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുന്നു. അതിനാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. സാലറി പെയ്ഡ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇവൻ്റ് ആണെന്ന് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്തു. അടുത്തത് സാലറി പെയ്ഡ് എന്ന് എത്ര രൂപയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു 50,000 രൂപയാണ് സാലറി കൊടുത്തത് എങ്കിൽ സാലറി പെയ്ഡ് ₹50,000 എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെയാണ് മെഷർമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ട്രാൻസാക്ഷൻ അത് എക്കണോമിക് ഇവൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം അതിൻ്റെ വാല്യൂ ഇത്രയാണെന്ന് മെഷർ ചെയ്തു. ഓക്കെ, സാലറി പെയ്ഡ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇവൻ്റ് ആണ്, സാലറി പേയ്മെൻറ്റ് നടത്തിയത് 50,000 രൂപയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാലറി പെയ്ഡ് ₹50,000 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കുന്നതാണ്. ഈ റെക്കോർഡിംഗ് നടത്തുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. എന്ന് പറഞ്ഞാൽ ഏതാണോ ആദ്യം സംഭവിച്ചത് അത് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യും, അതിനുശേഷം പിന്നീട് സംഭവിച്ചത്. അപ്പം ഒരു ട്രാൻസാക്ഷൻസ് അത് സംഭവിച്ചതിൻ്റെ ബേസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ എന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ
ഡീറ്റെയിൽസ്, അതായത് ഈ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളും ഉണ്ടാവും, ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആളുകളും ഉണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇൻഫോർമേഷൻ അവരിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരിലോട്ട് ആ ഡീറ്റെയിൽസ് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു ടേമാണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു എ ബിസിനസ് എൻ്റർപ്രൈസ് വെദർ ഫോർ പ്രോഫിറ്റ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് മോട്ടീവ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനമാണ്. അതിൻ്റെ ഉദ്ദേശം ചിലപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാവാം, അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ളതല്ലായിരിക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ലെവൽ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഇറ്റ് ക്യാൻ ബി എ സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ, പാർട്ണർഷിപ്പ് ഫേം, കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി, ലോക്കൽ അതോറിറ്റി എക്സെട്ര. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ് ഓഫ് ആക്ടിവിറ്റീസ്, ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ പ്രവർത്തനത്തിൻ്റെ ലെവലിനനുസരിച്ച് ബിസിനസ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ ആവാം. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അത് നടത്തിക്കൊണ്ട് പോകുന്നതും അതിൻ്റെ ഓണറും മാനേജറും ഒക്കെ ഒരു വ്യക്തി മാത്രമാണെങ്കിൽ അതിനാണ് സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ആവാം. പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ മിനിമം 2 പേരെങ്കിലും വേണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളാവാം. അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാവാം. അല്ലെങ്കിൽ കമ്പനി ആവാം, ലോക്കൽ അതോറിറ്റി, അങ്ങനെ പല പേരുകളിൽ ഓർഗനൈസേഷൻ അറിയപ്പെടാം. അപ്പോൾ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് എന്തേ ഉദ്ദേശിക്കുന്നുള്ളൂ? ബിസിനസ് എൻ്റർപ്രൈസ്. ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടല്ലാതെയോ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ടേമാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻ അത് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകൾ. ഓക്കെ, നമുക്കറിയാം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. അതായത് അതിലൂടെയാണ് ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം ഈ ഇൻഫോർമേഷൻസ് അറിയാൻ താല്പര്യമുള്ള ആളുകൾ ബിസിനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. അവരെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ബിസിനസ്സിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള ആളുകൾ. ചീഫ് എക്സിക്യൂട്ടീവ്സ്, ഫൈനാൻഷ്യൽ ഓഫീസർ, വൈസ് പ്രസിഡൻറ്റ്, പ്ലാൻ മാനേജേഴ്സ്, സ്റ്റോർ മാനേജേഴ്സ്, അങ്ങനെ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രെഡിറ്റേഴ്സൊക്കെയാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കമ്പനിക്ക് പൈസ കടമായിട്ട് തരുന്ന ആളുകൾ. അവർക്ക് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ കമ്പനി സൗണ്ടാണ്, ഫൈനാൻഷ്യലി സൗണ്ടാണെന്ന് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർ നമുക്ക് ഫണ്ടൊക്കെ തരുള്ളൂ. അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലോട്ട് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസിൻ്റെ ഒക്കെ സോഴ്സ്, ഉറവിടം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. അതായത് ബിസിനസ്സിൽ എടുക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട എക്കണോമിക് ഡിസിഷൻസ്, സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിൽ എത്രത്തോളം ക്യാഷിൻ്റെ ഇൻഫ്ലോ, ബിസിനസ്സിലോട്ട് എത്രത്തോളം ക്യാഷ് വന്നു, എത്രത്തോളം ക്യാഷ് പോയി എന്നറിയാൻ വേണ്ടിയിട്ട്, അപ്പം ഇനി ഫ്യൂച്ചറിൽ എന്തോരം ഫണ്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാനേജേഴ്സ് ഒക്കെ കഴിവുള്ളവരാണോ, അവരുടെ എബിലിറ്റി ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. അപ്പം അതാണ് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ മേക്കിംഗ് എക്കണോമിക് ഡിസിഷൻസ്. സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നത് അക്കൗണ്ടിൽ നിന്നാണ്. സെർവ് ദി യൂസേഴ്സ് ഹൂ റിലൈ ഓൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് ദെയർ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് ഇൻഫോർമേഷൻ യൂസ്ഫുൾ ഫോർ പ്രെഡിക്റ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദി എമൗണ്ട്, ടൈമിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് പൊട്ടൻഷ്യൽ ക്യാഷ് ഫ്ലോസ്. അപ്പം ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും, അതായത് പൈസ എത്രത്തോളം വരുന്നു, പൈസ എത്രത്തോളം പോകുന്നു, അപ്പോൾ അതിൻ്റെ ടൈമിംഗ്, അതുപോലെ തന്നെ എത്രത്തോളം എമൗണ്ട്, ഇവാലുവേറ്റിംഗ് ദി എമൗണ്ട്,
അത് എത്രത്തോളം എമൗണ്ട് ക്യാഷ് വരുന്നുണ്ട്, ക്യാഷ് പോകുന്നുണ്ട്, അത് എപ്പോഴൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ ജഡ്ജിങ് മാനേജ്മെൻറ്റ്സ് എബിലിറ്റി. മാനേജ്മെൻറ്റ്സിൻ്റെ എബിലിറ്റി ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നു. പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഓൺ ആക്ടിവിറ്റീസ് അഫക്റ്റിംഗ് ദി സൊസൈറ്റി. സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻസും നമുക്ക് ഈ അക്കൗണ്ടിങ്ങിലൂടെ കിട്ടുന്നു. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണെന്നാണ് പറയുന്നത്. അടുത്തതാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഒന്നാമത്തേതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സാമ്പത്തികമായിട്ട് ആ ബിസിനസ് ലാഭകരമാണോ നഷ്ടമാണോ ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഈ ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. അതിൽ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കമ്പനിക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ബാലൻസ് ഷീറ്റിലൂടെ ഫൈനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൈമറിലി കൺസേൺഡ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ. അവരിലോട്ടൊക്കെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ, ബിസിനസ്സിന്റെ സാമ്പത്തികമായിട്ടുള്ള ഇൻഫോർമേഷൻ അറിയിക്കുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാന ഉദ്ദേശം കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് കുറയ്ക്കുക. ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഉദ്ദേശം. അതായത് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് ദി കോസ്റ്റ് ആൻഡ് പ്രൊവൈഡിംഗ് നെസസറി കോസ്റ്റിംഗ് ഇൻഫോർമേഷൻ ടു മാനേജ്മെന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് മാനേജ്മെന്റിന് കൊടുക്കുക. ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് കുറയ്ക്കുക, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാനേജ്മെന്റിന് കൊടുക്കുക. അടുത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെയും ഉള്ള ഡീറ്റെയിൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാം മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് നെസസറി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു പീപ്പിൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ ടു എനേബിൾ ദം ഇൻ ഡിസിഷൻ മേക്കിംഗ്. ബിസിനസിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് വേണ്ട ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇത് 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്നത്.